എന്റെ അറിവില് ഇപ്പൊ ഞാൻ അവളുടെ ബെസ്റ്റ് ഫ്രണ്ടാണ്. നമ്മൾ 2-3 പേരെയുള്ള ഏറ്റവും അടുത്ത ഫ്രണ്ട്സ് ആയിട്ടുള്ളത്. എന്റെ അറിവില് ഫസ്റ്റില് തൊട്ട് തുടങ്ങിയത് സ്ത്രീധനം കുറഞ്ഞു എന്നും പറഞ്ഞിട്ട് ഫസ്റ്റില് ഇവൻ സംസാരിക്കുമായിരുന്നു അവളോട്. ഫസ്റ്റില് മാരേജ് കഴിഞ്ഞ ടൈമില് എനിക്ക് ഇതൊന്നും കിട്ടിയാ പോരാ, എന്തോ ആദ്യം കൊടുത്ത സ്വർണത്തിനെക്കാട്ടിൽ ഇരട്ടി സ്വർണം പിന്നെ ഇവിടെ തുളസിയമ്മ കൊടുക്കേണ്ടി വന്നു ഇവന്റെ വർത്താനത്തിന്. ഇവൻ ഇവളെ കൊണ്ട് തന്നെ പറയിപ്പിച്ചു, എനിക്ക് ഇത്ര കിട്ടിയാ പോരാ, ഞാൻ ഇത്ര സാലറി എനിക്കുണ്ട്, ഇത്ര പ്രൊഫഷണലാണ് എനിക്കുള്ളത് എന്നുള്ള രീതിയിൽ സംസാരിച്ച് അവസാനം പറഞ്ഞതിനേക്കാട്ടിലും സ്ത്രീധനം പിന്നീട് ഈ അച്ഛനും അമ്മയും കൂടി ഒരുക്കി കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് ഇവർക്ക്. മാത്രമല്ല ഇത് കഴിഞ്ഞിട്ടായാൽ കൂടി ഇവന്റെ വീട്ടില് ഇവള് പോയി നിന്നിട്ടില്ല. അങ്ങനെ പോയി നിന്നിട്ടുള്ള ദിവസമെല്ലാം എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വഴക്കുണ്ടാക്കി തിരിച്ചു വരികയാണ് ചെയ്തിട്ടുള്ളത്. അത് ഇവന്റെ മിസ്റ്റേക്ക് കൊണ്ടുള്ള വഴക്കാവാം എന്തോ, അത്ര പേഴ്സണലായിട്ട് ആ ഒരു ടൈമിൽ പറഞ്ഞിട്ടില്ലായിരുന്നു. പിന്നെ കുഞ്ഞ് പ്രഗ്നന്റ് ആയിട്ടിരുന്ന ടൈമിൽ ഇവളെ വീട്ടിലിട്ട് തന്നെ പ്രഗ്നന്റ് ആയിട്ടിരിക്കെ 7 മാസം പ്രഗ്നന്റ് ആയിട്ടിരിക്കെ ഇവളെ ഉപദ്രവിച്ചിട്ടുണ്ട്, വയറ്റിലും ഒക്കെ ചവിട്ടിയിട്ടുണ്ട്. അതൊക്കെ അവള് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഉപദ്രവം ഒരുപാടുണ്ട്, ഞാൻ കുഞ്ഞ് പോകുമെന്ന് വരെ പേടിച്ചു, പക്ഷെ ഒന്നും ഉണ്ടായില്ല എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് കുറച്ചു നാൾ ഇവര് ഡെലിവറി കഴിഞ്ഞ് കുറെ നാൾ ഇവര് പിണങ്ങിയൊക്കെ നിന്നായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെയും ഇവൻ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് വരും. അങ്ങനെ പിന്നെ ഈ നാട്ടുകാരുടെ മുമ്പിലായാലും വീട്ടുകാരുടെ മുമ്പിലായാലും ഇങ്ങനെ വീട്ടിൽ വന്ന് നിൽക്കുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ കിട്ടിയ ബന്ധം പോരാ, അങ്ങനത്തെ ഒരു ഇത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോവായിരുന്നു അവള്. ഇത് എപ്പോഴെങ്കിലും സുഹൃത്ത് ഇവരുടെ അതുല്യയുടെ അച്ഛനോടും അമ്മയോടും പറഞ്ഞിട്ടുണ്ടോ ഇത് ഇങ്ങനെയാണ്, ഇത്ര വളരെ രൂക്ഷമായ സ്ഥിതിയാണ്, തുടരാൻ അനുവദിക്കരുതെന്ന് നിങ്ങളൊരു സുഹൃത്ത് എന്ന നിലയിൽ അവരോട് പറഞ്ഞിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അതുല്യോടോ അതുല്യയുടെ അച്ഛനോ അമ്മയോടോ ആരോടെങ്കിലും? കാരണം ഇത്രയും എങ്ങനെയാണ് ഇപ്പൊ ഞാനൊരു കവിത എന്ന് വിളിക്കാം, കവിത, എങ്ങനെയാണ് നമ്മൾ ഒരു മനുഷ്യൻ ഇത്രയേറെ സഹിച്ച് എന്തിന്റെ പേരിലായാലും ആർക്ക് വേണ്ടിയാണ് ഇങ്ങനെ ജീവിക്കേണ്ടി വരിക? നമുക്കറിയാം ഇപ്പോൾ പഴയ കാലമൊന്നുമില്ല, നോർത്ത് ഇന്ത്യയിൽ ഡൈവോഴ്സ് നേടി വന്ന മകളെ കൊട്ടും പാട്ടുമായിട്ടാണ് ഒരു അച്ഛനും അമ്മയും സ്വീകരിച്ചത്. കാരണം അവർ ആ മകളെ സ്വതന്ത്രമായി ജീവിക്കാൻ അനുവദിക്കാതെ അവളുടെ സന്തോഷത്തോടുകൂടി അവളെ സമാധാനത്തോടുകൂടി ജീവിക്കട്ടെ എന്നാണ് അവർ തീരുമാനിച്ചത്. അപ്പോൾ ഇങ്ങനെയൊക്കെ സഹിച്ച് നിൽക്കണ്ട, നീ ഇതിൽ നിന്ന് പിന്തിരിഞ്ഞ് വീട്ടിലേക്ക് പോരൂ എന്ന് നിങ്ങൾക്ക് സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റിയിട്ടുണ്ടോ? അതിനോട് അതുല്യ എങ്ങനെയാണ് പ്രതികരിച്ചത്? ഇപ്പോൾ എപ്പോഴും ഇങ്ങനെ ഇയാളുടെ വേഷം കെട്ടലിന് മുന്നിൽ, ഇയാളുടെ ക്ഷമാപണത്തിന് മുന്നിൽ അലിഞ്ഞു പോവുകയായിരുന്നു അതുല്യ? ഒന്നാമത്തെ കാര്യം, ഈ കല്യാണത്തിന് അവരുടെ വീട്ടിൽ ആർക്കും താല്പര്യമില്ലായിരുന്നു. ഈ ഒരു ബന്ധത്തിന് അവള് പഠിക്കുന്ന കുട്ടിയാണ്, നല്ല രീതിയിൽ പഠിക്കുന്ന കുട്ടിയാണ്, നല്ല രീതിയിൽ കരിയർ മുന്നോട്ട് കൊണ്ടുവന്ന് നിന്ന ഒരാളായിരുന്നു. ഇവൻ പോയി റോഡിൽ കണ്ട് ഇഷ്ടപ്പെട്ടു വന്ന് പ്രപ്പോസ് ചെയ്ത ഒരു ബന്ധമാണിത്. ആ ടൈം തൊട്ട് ഈ തുളസിയമ്മയായാലും ഈ ഒരു ബന്ധത്തിനോട് അവർക്ക് താല്പര്യം ഇല്ലായിരുന്നു. അവൾ പഠിക്കട്ടെ, ഇപ്പൊ ഈ ഒരു കല്യാണം വേണ്ട, താല്പര്യം ഇല്ലായിരുന്നു എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. പക്ഷെ ഇവരുടെ വീട്ടിൽ നിരന്തരം ശല്യം ചെയ്ത് എനിക്കിത് തന്നെ മതി, ഈ ഒരു ബന്ധം തന്നെ മതി, എനിക്ക് ഇവളില്ലാതെ പറ്റത്തില്ല, എനിക്ക് അത്ര ഇഷ്ടമായി, ഇവന്റെ അമ്മയും കൂടി വന്ന് ഇവരെ കൺവിൻസ് ചെയ്തിട്ടാണ് ഇപ്പൊ ഈ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോയത്, കല്യാണം വരെ എത്തിയത്. 19-20 വയസ്സുള്ളപ്പോഴാണ് അതിലൂടെ കല്യാണം നടക്കുന്നത് അല്ലേ? 17.5 വയസ്സായപ്പോ എൻഗേജ്മെന്റ് കഴിഞ്ഞു. അത് കഴിഞ്ഞു കല്യാണം പെട്ടെന്ന് തന്നെ സംഭവിച്ചു. അല്ല, അപ്പം ആ കല്യാണത്തിന് മുൻപ് തന്നെ സ്വഭാവം എങ്ങനെയാണെന്നുള്ളൊരു ഐഡിയ ശരിക്കും കിട്ടിയിരുന്നു? ഫാമിലിനെ നിർബന്ധിച്ച് കല്യാണത്തിലേക്ക് എത്തിച്ചതാണല്ലേ? അല്ല, ഫാമിലി അതായത് ഇവളുടെ ഫാമിലിനെ നിർബന്ധിച്ചാണ് ഈ കല്യാണത്തിനോട്ട് എത്തിച്ചത്. അല്ലാതെ ഇവർക്ക് അതായത് അച്ഛനും അമ്മയ്ക്കും ഒരു താല്പര്യമില്ലാത്ത ബന്ധമായിരുന്നു ഇത്. ഇവൻ കൺവിൻസ് ചെയ്തിട്ടാണ് അവസാനം അവര് നിന്നു കൊടുത്തതാണ് ഇതിന്. വേറെ വഴിയില്ലാതിരുന്നു. ഇവര് ആത്മഹത്യ ചെയ്യും, സൂയിസൈഡ് ചെയ്യും, അത് ചെയ്യും ഇത് ചെയ്യുന്നൊക്കെ അപ്പോഴേ ആ നിലയിൽ ആത്മഹത്യ എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയാണോ ഒരു പെൺകുട്ടിയെ ജീവിതത്തിലേക്ക്, അല്ലെങ്കിൽ അവളുടെ വീട്ടുകാരെ ഇങ്ങനെയൊക്കെ അല്ലേ? ആ ടൈമിൽ അവളായാലും സ്നേഹമായോണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞ, അത്ര ബുദ്ധിയെല്ലാം ആ ടൈമിൽ കാണത്തുള്ളൂ. 18-19 വയസ്സിൽ ഒരുപാട് കാലം ഒന്നും സഞ്ചരിച്ച ബുദ്ധിയും വികാരവും ഒന്നും കാണത്തില്ലല്ലോ. സത്യം സത്യം ശരിയാണ്. ഈ കല്യാണത്തിന് ശേഷം പഠിക്കാൻ വിട്ടിരുന്നോ പിന്നെ സതീശൻ? എൻഗേജ്മെന്റ് കഴിഞ്ഞ ടൈമിൽ നമ്മൾ ഒരു ബസ്സിലായിരുന്നു പൊക്കോണ്ടിരുന്നത്, ഒരേ കോളേജിലല്ലെങ്കിലും ഒരേ ടൈമിലായിരുന്നു പൊക്കോണ്ടിരുന്നത്. അപ്പൊ കാണുമ്പോൾ പറയുന്നത്, ചേട്ടനാടി എന്നെ പഠിക്കാൻ വിട്ടത് അവിടെ ശാസ്താംകോട്ടെ കോളേജ് ഓഫ് ഇംഗ്ലീഷിലോ മറ്റോ ആയിരുന്നു, ഇവൻ തന്നെയാണ് പഠിക്കാൻ വിട്ടെ, ഡിഗ്രിക്ക് പോവണ്ട, കോളേജിൽ പോവണ്ട എന്നും പറഞ്ഞിട്ട് പ്രൈവറ്റ് കോളേജിലാണ് ഇവളെ വിട്ടത്. എന്നാൽ ഇവക്ക് +2 നല്ല മാർക്കും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. ഇവന് ആ ഒരു ടൈം തൊട്ടേ
ഇംഗ്ലീഷ് എടുത്താൽ മതി എന്നും പറഞ്ഞിട്ടുള്ള ആ ഒരു ഇവന്റെ ഒരു ഇഷ്ടം ഇവളെ അടിച്ചേൽപ്പിക്കുന്ന രീതിയിലായിരുന്നു ആ ഒരു ടൈം തൊട്ടേ കണ്ടിരുന്നത്. പിന്നെ ആ സമയത്ത് ഇവൻ എങ്ങനാ എന്തുവാന്നുള്ള കാര്യം എൻഗേജ്മെന്റ് കഴിയുമ്പോ ഈ പറയുന്ന അവൾക്കായ കൂടി അറിയാൻ പറ്റൂല. അന്നേരം എന്ത് കാണിക്കുന്ന അത് വിശ്വസിക്കുക എന്നല്ലാതെ വേറെ വഴിയില്ലല്ലോ. ഇവർ ഈ പരിചയപ്പെടുന്ന സമയത്ത് ഷാർജയിലായിരുന്നോ സതീഷിന് ജോലി? അതിനെ പറ്റിയിട്ട് എനിക്ക് അറിയില്ല കേട്ടോ, എവിടെ ആയിരുന്നു ജോലി എന്നൊന്നും. അങ്ങനെ ആ ഒരു ടൈമിൽ അങ്ങനെ ഇതൊന്നും ചോദിക്കത്തില്ല. ഈ വ്യക്തിയെ നമുക്ക് അന്നേരം അറിയത്തുകൂടിയില്ലായിരുന്നു, പറഞ്ഞുള്ള അറിവ് മാത്രമേ ഉള്ളൂ. എവിടെയാണ് ഇയാളുടെ സ്ഥലം? ഇവിടെ വീടിനടുത്ത് തന്നെയാണോ? ആ ശാസ്താംകോട്ടെ. വീടിനൊക്കെ അടുത്ത് തന്നെയാണോ? അതുല്യയുടെ വീടിന്റെ ഒക്കെ ഒരുപാട് അടുത്തല്ല, കുറച്ചൊരു 10-12 കിലോമീറ്റർ കാണുമായിരിക്കും. ഈ അതുല്യ ഗൾഫിൽ പോയ ഉടനെ തന്നെ ഇതേപോലെ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് താങ്കൾക്ക് മെസ്സേജുകളൊക്കെ അയക്കാറുണ്ടോ? അതുല്യ ഗൾഫിൽ പോകുന്നതിന് മുമ്പേ തന്നെ അതുല്യ ഏകദേശം എല്ലാ കാര്യങ്ങളും പറയാറുണ്ട്. കുഞ്ഞിനെ ഇവന് കുഞ്ഞിനോടൊന്നും ഒരു ആത്മാർത്ഥതയില്ല. ഇവൻ അവളെ കണ്ടിരുന്നത് തന്നെ ഇപ്പൊ ഒരു ചാനൽ എന്നാലും ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റുന്നത്, എന്നാലും പറയുക, ഇവൻ അവളെ കണ്ടത് അവന്റെ വികാരം തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപകരണം മാത്രമായിട്ടാണ് ആ കുഞ്ഞിനെ കണ്ടിരുന്നത്. അല്ലാതെ ഒരു ഭാര്യയുടെ സ്ഥാനം ഇതുവരെ അവൻ അവൾക്ക് കൊടുത്തിട്ടില്ല. ഒരു കുഞ്ഞിന്റെ സ്ഥാനം ആ കുഞ്ഞിന് ഇവനും കൊടുത്തിട്ടില്ല. ഞാൻ ചോദിച്ചിട്ട് ആ കുഞ്ഞിനല്ലെങ്കിൽ പേടിക്കേണ്ട കാര്യമുണ്ടോ? അച്ഛൻ എന്നുള്ള നിലയിൽ ആ കുഞ്ഞിനെ അവനെ പേടിയാണ്. ഒരു പെൺകുഞ്ഞിന് അച്ഛന്മാരോടല്ലേ സ്നേഹം വരേണ്ടത്. ആ കുഞ്ഞ് എന്തുകൊണ്ട് അവനെ വെറുക്കുന്നേ? ഏതെങ്കിലും സമയത്ത് ഇപ്പം ഞാൻ മെസ്സേജുകൾ കണ്ടു, അതുല്യ നിങ്ങൾക്ക് അയച്ച മെസ്സേജുകൾ, അതിലൊക്കെ ആത്മഹത്യ ചെയ്യാൻ തോന്നുന്നതൊക്കെ താങ്കൾ ആശ്വസിപ്പിക്കുന്നതൊക്കെ കണ്ടു. എപ്പോഴെങ്കിലും നാട്ടിലേക്ക് വരണം, അവിടെ നിന്ന് പോരണം, ഈ സതീശൻ ജോലിക്ക് നിന്ന് പോകുന്ന സമയത്തെങ്കിലും രക്ഷപ്പെടാൻ അത്ര പോലും ഒരു അവസരം ഉണ്ടായിരുന്നില്ല അതുല്യയുടെ കയ്യില്? ഇവൾക്ക് 2-3 ജോലി, അവിടെ 2-3 ജോലി ഇവളുടെ അനിയത്തിയും അനിയത്തിയുടെ ഹസ്ബൻഡും അവരുടെ ഫാമിലി ഫ്രണ്ട്സ് എല്ലാം റെഡി ആക്കിയതായിരുന്നു. അപ്പോഴെല്ലാം ഇവൻ പോകണ്ട, എനിക്ക് നിന്നെ ജോലിക്ക് വിടാൻ താല്പര്യമില്ല, ആ ഒരു മൈൻഡിൽ നിന്നിട്ട് ആ ജോലിയെല്ലാം അങ്ങനെ ഒഴിവാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ആ ഒരു ടൈമിൽ ഇപ്പം ഒരു മാസം മുമ്പ് അവള് നാട്ടിൽ നിന്ന് പോയി കഴിഞ്ഞിട്ട് എന്നോട് പറയുന്നുണ്ടായിരുന്നു, ഞാൻ എന്തായാലും കുറച്ച് നാളുകൂടി നിൽക്കൂടി, ജൂലൈ ലാസ്റ്റോടുകൂടി വരും, കാര്യം കുഞ്ഞ് ഇപ്പം മെച്ചോർഡായി വരുമല്ലേ, അപ്പൊ അവളുടെ കൂടെ ഞാൻ എന്തായാലും വേണം, അതുകൊണ്ട് ഞാൻ എന്തായാലും ജൂലൈ ലാസ്റ്റോടുകൂടി നാട്ടിൽ പോകും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ജൂലൈ ലാസ്റ്റോടുകൂടി പോകുമെന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ഈ മരിക്കുന്നതിന്റെ തലേന്ന് പറയുകയും ചെയ്തു, എടി ജോലി റെഡിയായി, ചേട്ടൻ തന്നെയാണ് എന്നെ ഇന്റർവ്യൂവിന് കൊണ്ടുപോയത്, ചേട്ടന്റെ ഒരു ഫ്രണ്ടിന്റെ ഷോപ്പോ മറ്റോ ആണ്, ജോലി റെഡിയായി, ഞാൻ ജോലിക്ക് നാളെ ജോയിൻ ചെയ്യും എന്നും പറയുന്നുണ്ടായിരുന്നു. ഇത് രണ്ടും അവള് തന്നെയാണ് പറഞ്ഞത്. ശരി, എന്തായാലും പക്ഷേ ഈ ജോലിക്ക് അവള് കേറാനുള്ള ഒരു ചാൻസ് എന്ന് പറയുന്നത് അവന്റെ അടുത്തുനിന്ന് രക്ഷപ്പെടാനുള്ള ഒരു വഴിയായിരുന്നു ആ ജോലി. അത് ഞാൻ അവളുടെ അനിയത്തിയോട് സംസാരിച്ചപ്പോ എനിക്കത് മനസ്സിലായി. അനിയത്തി പറയുന്നത്, ചേച്ചി ഞാൻ ഈ ജോലി കയറി കഴിഞ്ഞിട്ട് അവിടുന്ന് അവന്റെ അടുത്തുനിന്ന് രക്ഷപ്പെടാമെന്നുള്ള ഒരു വഴി, കാര്യം ഒരാളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കണ്ടാലോ, ഒരു ജോലി ഉണ്ടെങ്കിൽ അവനെ ഡിപ്പെൻഡ് ചെയ്യണ്ടാലോ, അവൾക്ക് അവളുടെ കുഞ്ഞിന്റെ കാര്യങ്ങൾ നോക്കാം. ആ കുഞ്ഞിനെ ഓർത്ത് മാത്രമാണ് അവള് അത്രയും സഹിച്ച് അവന്റെ മുമ്പിൽ അടിമയെ പോലെ കിടന്നത്.